ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം തമ്പനയിലിൽ കണ്ട പോലെ തന്നെ 7 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിലുള്ളത്. അപ്പം ഞങ്ങൾ പോരുന്നതുകൊണ്ട് തന്നെ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും എല്ലാം ആയിട്ട് ഞങ്ങൾ ഒരാഴ്ച മുമ്പേ ലീവ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ വെളിയിലേക്ക് വന്ന് കുറച്ച് സാധനങ്ങൾ ബോട്ടിൽ, അതുപോലെ തന്നെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനും ചോക്ലേറ്റ് ഒക്കെ മേടിക്കാനും ക്രീമൊക്കെ മേടിക്കാനും നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു മാളുണ്ട് ബഗാട്ടൽ. അത് പഴയ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾ പർച്ചേസ് പല സ്ഥലത്തായിട്ട് നിന്നാണ് നമ്മൾ മേടിച്ചത്. കുറേ സ്ഥലങ്ങളിലൊക്കെ വില കുറവിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഈ മാളിലൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നാണ് പോയെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ മാഗ്നറ്റ്സും അതുപോലെ തന്നെ കീ ചെയിന്, മൗറീഷ്യസിൻ്റെ തന്നെ ടാഗോട് കൂടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വന്ന് മേടിച്ചു. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്നായിട്ട് മേടിച്ചു. അപ്പം ഞാനും ഡെന്നിയും ശില്പയ്ക്കും അവധി കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് വെളിയിൽ പോയത്. വെളിയിൽ പോയി ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. 2 ദിവസം കൊണ്ട് ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും കാണാനും എല്ലാവരെയും കൂടെ വെളിയിലൊക്കെ പോകുമായിരുന്നു. കാരണം പിന്നെ നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ മൗറീഷ്യസിലെ കവർ ചെയ്ത് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. അപ്പം പർച്ചേസിങ് ഒക്കെ ഇതായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ദാ ഏകദേശം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് 4 പെട്ടി കൊണ്ടുപോകാൻ പറ്റും. 23 കിലോയുടെ 2 പെട്ടി എനിക്കും 2 പെട്ടി ഡെന്നിക്കും. പിന്നെ 7 കിലോയുടെ ഒരു ബാഗ് എനിക്കും ഒരു ബാഗ് ഡെന്നിക്കും. അതല്ലാണ്ട് നമുക്ക് ഡ്രം ഉണ്ടായിരുന്നു, ഗിത്താർ ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ബാഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം ഒരു 12-13 പെട്ടിയോളം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. സാധാരണ നമുക്ക് അത്രയും അലൗഡ് അല്ല. ഒരാൾക്ക് 23 kg ഉള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് എടുത്തപ്പോൾ 2 ബാഗ് കിട്ടി. പിന്നെ എക്സ്ട്രാ ലഗേജ് വന്നാലും എടുത്തോളൂ, സാറത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലൊക്കെ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പാക്കിംഗ് ആണ്. പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം സാധനങ്ങൾ കവർ ചെയ്ത് ബബിൾസ് ഒക്കെ മേടിച്ചാണ് ഞങ്ങൾ പാക്ക് ചെയ്തത്. ഡ്രസ്സും ഓൾറെഡി നമ്മൾ 2 പെട്ടി ഡ്രസ്സും ചെരുപ്പും എല്ലാം കയറ്റി വിട്ടിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂമാണ്. എൻ്റെ ലാസ്റ്റ് ഡേയുടെ വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പാക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് റൂം എല്ലാം ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിൽ എങ്ങനെയാണോ തന്നത് അതേപോലെ ഞാൻ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ കബോർഡും ട്രീറ്റ്മെൻറ്റ് റൂമും ബെഡും സ്റ്റീം ബോക്സും ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ഞാൻ അങ്ങനെ തിരിച്ച് റൂം അടച്ച് പോരുമായിരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ നിജിലേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വെയിറ്റിംഗ് ലോഞ്ചാണ്. വർക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ അവിടെയാണ് സാധാരണ ഇരിക്കുന്നത്. പിന്നെ ഇത് റിസപ്ഷൻ.
അവിടെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അവിടവും കഴിഞ്ഞ് നേരെ ഇറങ്ങി പോരുകയാണ് വീട്ടിലേക്ക്. വർക്ക് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വർക്ക് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇനി പുതിയ സ്റ്റാഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റൂം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതുമല്ല ഒരുപാട് സാധനങ്ങൾ മുറിയിലുണ്ട്. ഈ ഇത്രയും വർഷത്തെ സാധനങ്ങളെല്ലാം ഇരിക്കുക. അതെല്ലാം തിരിച്ച് സെറ്റ് ചെയ്ത് റൂമെല്ലാം അതിനെല്ലാം സമയം വേണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഇതെൻ്റെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പും റിസപ്ഷൻ്റെ മൊബൈലുമാണിത്. ഞാൻ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് നമ്മളുടെ ഫോൺ കോൾസും കാര്യങ്ങളും റിസപ്ഷൻ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതും ഞാൻ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ അത് ഞാൻ അവസാനിപ്പിച്ച് മൊബൈൽ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി ഡേ. അതും കഴിഞ്ഞു. പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റിസപ്ഷനിലും അതുപോലെ തന്നെ ക്ലീനിങ്ങിനുമുള്ള ആൻറ്റിയാണ്. പിന്നെ ഇത് റിസപ്ഷനിസ്റ്റ് യുഷിക, അത് അവളുടെ ഹസ്ബൻഡ്. അവരെ വിളിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഫ്രീ ആയിരുന്നുകൊണ്ട് ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആതിരയ്ക്കും ഓഫായിരുന്നു. അവൾ തന്നെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ അവർക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പം അവർ ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് അവർ പോയി. പിന്നെ പോകുന്നതിന് തലേ ദിവസം നമ്മുടെ കൊളീഗ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഷെയർ ഇട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഞങ്ങളെ സെൻറ്ററിലേക്ക് വിളിച്ചു. നമ്മൾ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നു, ഗിഫ്റ്റൊക്കെ കൈമാറി എല്ലാവരും കൂടെ അത് തന്നു ഞങ്ങൾക്ക്. അത് മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുമായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൗറീഷ്യസിൻ്റെ ഒരു പേരെഴുതിയ ഒരു സംഭവമായിരുന്നു. പേരെനിക്കറിയില്ല. അതിൻ്റെ ബാക്കിൽ അവർ കുറച്ച് വിഷസൊക്കെ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി. അങ്ങനെ ക്ലീനിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ഇത്രയും വർഷം താമസിച്ച വീടാണ്. ഭയങ്കര ഇമോഷണൽ ആകുമായിരുന്നു ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വിക്കിയേട്ടനും ദീപചേച്ചിയും കുട്ടിയും അഭിലാഷേട്ടനും പിന്നെ നമ്മുടെ എല്ലാ കൊളീഗ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ ഇവിടെ ഫ്രണ്ട്സ് നമുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും വിളിച്ചു പറഞ്ഞു. മാക്സിമം ആൾക്കാരെ ഇത്രയും ദിവസത്തിനുള്ളിൽ കാണാൻ പറ്റുന്നവരെല്ലാം ഞങ്ങൾ കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പം ഇറങ്ങുന്ന സമയത്ത് സാറാണ് വന്നിട്ടുള്ളത്. സാറ് കൊണ്ട് നമ്മളെ എയർപോർട്ടിൽ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ പോവാണ്.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം എയർപോർട്ടിൽ ചെല്ലുന്നതും വീട്ടിൽ വരുന്നതും സർപ്രൈസ് വിസിറ്റാണ്. വീട്ടിലേക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ വരുന്ന കാര്യം. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത പാർട്ടായിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കര ലെങ്ത് ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.